അയ്യോ രഞ്ജി പണിക്കരെ വിളിക്കൂ, ഷാജി കൈലാസിനെ വിളിക്കൂ, സുരേഷ് ഗോപിയെ രക്ഷിക്കൂ, സംഘികളുടെ മാനം കാക്കൂ പ്ലീസ് എന്ന് പറയേണ്ട ഒരു ഗതികേടിൽ നിന്നാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. എന്തായിരുന്നു മൂപ്പരുടെ ഒരു ചാട്ടവും കളിയും മീശപിരിയും ഒക്കെ. കോടതിയിൽ ഉമിത്തി പോലെ നീറി കിടക്കുന്ന ചാർജ് ഷീറ്റുകളെ നിങ്ങൾ കണ്ടു കാണുകയുള്ളൂ. പ്രളയാഗ്നി പോലെ ദഹിപ്പിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കണം. എന്നിട്ട് എന്തായി? എന്നിട്ട് പാർലമെന്റിൽ നിന്ന് വാ തുറന്ന് മിണ്ടാനുള്ള കഴിവ് മൂപ്പർക്ക് ഇല്ല ഗൈസ്. സ്ക്രിപ്റ്റ് വേണം മിണ്ടണെങ്കില്, സംവിധായകൻ വേണം മിണ്ടണെങ്കില്. സംഖ്യകളെ നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. ഇന്നലെ പാർലമെന്റിൽ കണ്ട കാഴ്ചയാണ്. I am so sad to say that my friend Mr. Suresh Gopi has been completely humiliated by the finance minister. Sir, I am not yielding. സുരേഷ് ഗോപി ഇവിടെ നിന്ന് ജയിച്ചു പോയത് മുതൽ എന്റെ ഏറ്റവും വലിയ ആകാംക്ഷ എന്തായിരുന്നു എന്ന് വെച്ചാൽ, പുള്ളി വാ തുറന്ന് പാർലമെന്റിൽ സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? സ്ക്രിപ്റ്റ് ഇല്ലാതെ സംസാരിച്ചാൽ അതെങ്ങനെ ഇരിക്കും? ഈ പൊന്നു തമ്പുരാൻ നമ്മുടെ നാട്ടിലൊക്കെ കറങ്ങി നടന്ന് ഇങ്ങനെ കസവിന്റെ സാധനമൊക്കെ പൊതിച്ചുകൊണ്ട് മുണ്ടൊക്കെ പൊതിച്ച് നടക്കുന്നുണ്ട്, തോന്നിയാസം പറയുന്നുണ്ടെങ്കിലും ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന് ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അതിനുള്ള സമയമായിട്ടില്ലല്ലോ. സ്ക്രിപ്റ്റും ഡയറക്ടറും സിനിമ ക്യാമറയും ലൈറ്റും ഇല്ലെങ്കിൽ, ആക്ഷൻ കട്ടില്ലെങ്കിൽ ഷിറ്റ് പറയാൻ സുരേഷ് ഗോപിക്ക് കഴിയുമോ എന്നത് എന്റെ വലിയൊരു ആകാംക്ഷ തന്നെയായിരുന്നു. തീപ്പൊരി പ്രസംഗം നടത്തുമോ? കേരളത്തിന് കിട്ടാനുള്ളത് മൂപ്പര് ചോദിച്ചു വാങ്ങുമോ? അവിടെ കലപലാന്ന് പ്രസംഗിക്കുകയോ ഷൈൻ ചെയ്യോ എന്നതൊക്കെ എന്റെ വലിയ ആകാംക്ഷയായിരുന്നു. അങ്ങനെ ആ കാത്തിരിപ്പിന് അവസാനായി സുരേഷ് ഗോപി മിണ്ടി ഗൈസ് മിണ്ടി. The next budget is not so very far away. എന്നിട്ട് ബാക്കി പറ. എന്നിട്ട് It's only 6 months or less than 6 months away. എജ്ജാതി കോമാളിയാണ് ഇയാളെന്ന് നോക്കിയേ. രഞ്ജി പണിക്കർ സ്ക്രിപ്റ്റ് എഴുതി, ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്യാനില്ലെങ്കിൽ ഭൂലോക തോൽവിയാണ് ഇയാളെന്ന് ഇന്നലെ പാർലമെന്റിൽ തെളിയിച്ചു. തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു വന്നാൽ എനിക്ക് ആന വേണം, അമ്പാരി വേണം, 5-6 മന്ത്രിമാര് വേണം, ചൊൽപ്പടിക്ക് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു നടന്ന മനുഷ്യൻ ബഡ്ജറ്റ് വന്നപ്പോ തൊട്ടുകൂട്ടാനുള്ള ഒരു പപ്പടം പോലും ഈ ചങ്ങായിക്കോ കേരളത്തിനോ നിർമ്മല സീതാരാമൻ തന്നില്ല. വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം നടന്നിട്ട് അതിനെക്കുറിച്ച് ഇയാൾ കാര്യമായി വാ തുറന്ന് മിണ്ടുന്നില്ല. കാര്യമായി ഒന്നിനെ കുറിച്ചും ഒരക്ഷരം മിണ്ടാൻ പോലും നട്ടല്ലില്ലാത്ത ഇയാളിപ്പോ പറയാണ് ബഡ്ജറ്റ് വരും, ബഡ്ജറ്റ് പോവും, നമ്മൾ പണിക്ക് പോയാൽ നമ്മക്ക് തിന്നാന്ന്. എന്താണിത്? എന്തതിന്റെ അർത്ഥം? ഇന്നലെ സഭയിൽ ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപിയുടെ തൊലി ഇങ്ങനെ അങ്ങോട്ട് കീറിയെടുത്ത് ഉപ്പും മുളകും വാരി വിതറി വറുക്കാൻ വെച്ചു. റോസ്റ്റ് തന്നെ. ഇത്രയും നാണം കെട്ടിട്ടും ഒരക്ഷരം പ്രതികരിക്കാൻ പോലും കഴിയാതെയുള്ള ആ ഇരിപ്പുണ്ടല്ലോ, അതാണ് ശരിക്കുമുള്ള സുരേഷ് ഗോപി. അല്ലാതെ ഇവിടെ വരുമ്പോ വാളും പരിചയം പച്ചത്തെറിയായിട്ട് പാഞ്ഞു നടക്കുന്നത് അല്ല ശരിക്കുള്ള സുരേഷ് ഗോപി. ഇതാണ് സുരേഷ് ഗോപി. ഞാനില്ലേ, അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാരിങ്ങനെ നിരന്നു നിന്ന് കേരളത്തെ അപമാനിക്കുകയാണ്. ഒന്നാമത് സുരേഷ് ഗോപിക്ക് ഒരു പട്ടിയുടെ വില പോലും നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നൽകിയില്ല. ബഡ്ജറ്റിൽ കേരളം എന്ന വാക്കുപോലും മിണ്ടിയില്ല. രണ്ടാമത് മന്ത്രി ഭൂപേന്ദ്ര യാദവ് കേരളത്തെ കുറിച്ച് പറഞ്ഞത് വയനാട് ദുരന്തത്തിന് കാരണം അനധികൃത ഖനനവും അനധികൃത കുടിയേറ്റവുമാണെന്നാണ്. അമിത്ഷാ പറഞ്ഞത് അതിനേക്കാൾ ഒരു പടി കടന്നിട്ടാണ് കേട്ടോ. ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് കേരളത്തിന് നൽകിയിരുന്നു എന്ന പച്ചക്കള്ളം. ഇതൊക്കെ കേട്ടിട്ടും സുരേഷ് ഗോപി അണ്ണാക്കില് പിണ്ണാക്ക് കുടുങ്ങിയ പോലെ പാർലമെന്റിൽ പോയി മിണ്ടാതിരിക്കുകയാണ് ഗൈസ്. ഇവിടെയുള്ള ഒച്ചയും വെളിയൊന്നും പാർലമെന്റിൽ ചെല്ലുമില്ല. സ്വന്തം സംസ്ഥാനത്തെ അപമാനിക്കുമ്പോഴും അയാൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അയാൾക്ക് കഴിയുന്നില്ല. അയാൾ തൊണ്ടേന്ന് ശബ്ദം പുറത്തു വരുന്നില്ല. ഇന്നലെ പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു നിർമ്മല സീതാരാമൻ സുരേഷ് ഗോപിയെ പൂർണ്ണമായും അപമാനിച്ച് അവഹേളിച്ച് നാണം കെടുത്തിയെന്ന്. I thought the finance minister would respect my dear friend Suresh Gopi because he has already promised many tourism circuits in Kerala. At least to protect the order of Mr. Suresh Gopi. If one circuit were to be declared by the finance minister, we would have been happy. I am so sad to say that my friend Mr. Suresh Gopi has been completely humiliated. അതിന് മറുപടി ആയിട്ടാണ് സുരേഷ് ഗോപി പറഞ്ഞത് ബഡ്ജറ്റ് വരും, ബഡ്ജറ്റ് പോവും, നമുക്കൊന്നും കിട്ടില്ല, നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് അരി വാങ്ങാന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. തൃശ്ശൂരുകാരെ, നിങ്ങൾക്ക് തെറ്റുപറ്റി, ഒരു സംശയവുമില്ല. ഇനി നമുക്ക് ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം മുഴുവനായി കേൾക്കാം. സർ, ട്രഷറി ബെഞ്ചും ഘൻശ്യാം തിവാരി സാറും പറയുന്നതിനനുസരിച്ച് ഇന്ത്യ ഒരു സ്വർഗമാണ്. അവർ പറയുന്നതിനനുസരിച്ച് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. തൊഴിലില്ലായ്മയില്ല, വിലക്കയറ്റമില്ല,
സർ, കേരളത്തെക്കുറിച്ച് വളരെ നല്ലൊരു ട്വീറ്റ് താങ്കളും ചെയ്തിരുന്നു. കേരളത്തിന്റെ സൗന്ദര്യം കണ്ട് വാസ്തവത്തിൽ താങ്കൾ ആശ്ചര്യപ്പെട്ടു പോയിരുന്നു. അന്ന് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നപ്പോൾ പ്രധാനമന്ത്രിയും കേരളത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് വളരെ വർണ്ണിച്ചു തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബജറ്റിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി നിരവധി ടൂറിസം സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചു. ഞാൻ കരുതിയത് ധനമന്ത്രി താങ്കളെ ബഹുമാനിക്കുമെന്നാണ്. കുറഞ്ഞത് ഒരു ടൂറിസം സർക്യൂട്ടെങ്കിലും കേരളത്തിന് അനുവദിക്കുമെന്ന് കരുതി. അത് മാത്രമല്ല കേട്ടോ, ഞാൻ കരുതിയത് ധനമന്ത്രി നമ്മുടെ MP സുരേഷ് ഗോപിയുടെ വികാരത്തെ മാനിക്കുമെന്നാണ്. കാരണം അദ്ദേഹം കേരളത്തിന് നിരവധി ടൂറിസം സർക്യൂട്ടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. സുരേഷ് ഗോപിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും കേരളത്തിന് ഒരു ടൂറിസം സർക്യൂട്ട് അനുവദിക്കാമായിരുന്നു ധനമന്ത്രിക്ക്. അദ്ദേഹമെങ്കിലും സന്തോഷിക്കുമായിരുന്നു. പറയുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് സാർ. എന്റെ സുഹൃത്ത് സുരേഷ് ഗോപി പൂർണ്ണമായും അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് കേട്ടതോടെ സുരേഷ് ഗോപി സീറ്റിൽ നിന്ന് ചാടി എഴുന്നേക്കുകയും മറുപടി പറയാൻ തുനിയുകയും ചെയ്യുന്നു. പക്ഷെ ജോൺ ബ്രിട്ടാസ് അത് അനുവദിച്ചേയില്ല. എന്റെ സമയമാണ്, ഇത് 15 മിനിറ്റാണ്, താങ്കളുടെ സമയം വരുമ്പോൾ മന്ത്രി എന്ന നിലയിൽ മറുപടി പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയെ സംസാരിക്കാൻ അനുവദിക്കാതെ ജോൺ ബ്രിട്ടാസ് പ്രസംഗം തുടരുന്നു. സർ, 2 കാര്യങ്ങൾ പറയാനുണ്ട്. 1 വിലക്കയറ്റം, 2 തൊഴിലില്ലായ്മ. ഹിന്ദിയിൽ മഹങ്കായി എന്നാണ് വിലക്കയറ്റത്തെ പറയുന്നത്. എന്താണ് വിലക്കയറ്റത്തിന്റെ അർത്ഥം സാർ? ഈ പ്രശ്നത്തിന് 2 തലങ്ങളുണ്ട്. 1, അവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നു. 2, വിലവർധന കാരണം സാധനങ്ങൾ വാങ്ങാനാകുന്നില്ല. സർ, ഇന്നത്തെ പത്രത്തിൽ ഒരു റിപ്പോർട്ടുണ്ട്. വെജിറ്റബിൾ താലി, പച്ചക്കറി ഊണിന്റെ വില 11% വർദ്ധിച്ചു എന്ന്. എന്തുകൊണ്ടാണ് ഞാൻ പച്ചക്കറി ഊണിന്റെ കാര്യം പറയുന്നത്? കാരണം ഇവിടെ നമ്പർ 1ഉം നമ്പർ 2ഉം പച്ചക്കറി മാത്രം കഴിക്കുന്നവരാണ്. ഇനി ഞാൻ A1 A2 എന്നൊന്നും പറയുന്നില്ല, ഞാനത് നിർത്തി. ഇനി ഞാൻ നോൺ വെജിറ്റേറിയൻ എന്ന് പോലും പറയുന്നില്ല. 1 മാസം കൊണ്ട് വർദ്ധിച്ച വിലയാണ് സാർ ഇതൊക്കെ എന്ന് പറയുന്നു. അത് A1 A2 എന്ന് വെച്ചാൽ അംബാനി അദാനിയും, 1ഉം 2ഉം എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയും അമിത്ഷായുമാണല്ലോ. അതാണ് പറയുന്നത്. അപ്പൊ എല്ലാരും കുത്തു തന്നെ. എന്താണ് വിലക്കയറ്റത്തിന്റെ മറ്റൊരു മുഖം? ജനത്തിന് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല. ജനത്തിന്റെ പർച്ചേസിംഗ് പവർ താഴോട്ട് പോവുകയാണ്. ഈ സമയത്ത് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ ഇടപെടുകയാണ്. അപ്പൊ അദ്ദേഹം ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയണ കേട്ടാ തോന്നും ബ്രിട്ടാസിനെ പുകഴ്ത്തുകയാണെന്ന്. ജോൺ, താങ്കൾ വളരെ നല്ലൊരു പ്രസംഗമാണ് നടത്തുന്നതെന്ന് പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നതാണ് രസമുള്ള വാചകം, പക്ഷെ ഇപ്പൊ പറഞ്ഞൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇതൊന്നും രേഖകളിൽ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ജോൺ ബ്രിട്ടാസ് പ്രസംഗം തുടരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വിലക്കയറ്റത്തിന്റെ എസൻസും അർത്ഥവും എന്താണെന്ന് വെച്ചാൽ അവശ്യ സാധനങ്ങളുടെ വില ഉയരുമ്പോൾ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ താഴോട്ട് വരുന്നു. നിങ്ങൾക്കിത് അറിയാമെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിലൊരു ബഡ്ജറ്റിനെ പാർലമെന്റിൽ പിന്തുണയ്ക്കുകയില്ല. അടുത്തത് തൊഴിലില്ലായ്മയാണ്. അടുത്തിടെ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് UP-യിലെങ്കിലും ഇത്രയെല്ലാം അടിപതറിയിട്ടും ഞാൻ കരുതിയത് ഇവരൊരു ജനകീയ ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്നാണ്. നിങ്ങളും അത് പ്രതീക്ഷിച്ചിരിക്കും, എനിക്കറിയാം. നിങ്ങൾ അത്രയും മുതിർന്നൊരു സ്റ്റേറ്റ്സ്മാൻ ആണ്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, മുദ്രാവാക്യങ്ങളും ഉയർത്തുന്നില്ല. GDP-യിലേക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് സംഭാവന ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. 2018-19 GDP-യിലേക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് 3.4% ആയിരുന്നു. അത് 4-4.5% വരെയൊക്കെ ഉയരുമായിരുന്നു. പക്ഷെ ഇന്നത് 3.1% കൂപ്പുകുത്തിയിരിക്കുകയാണ്. കോർപ്പറേറ്റുകളുടെ ലാഭം ഇരട്ടിയായി വർദ്ധിച്ചിട്ടും ആദായ നികുതിയാണ് സർക്കാർ വർദ്ധിപ്പിച്ചത്. 2018-19 GDP-യിലേക്കുള്ള ആദായ നികുതി സംഭാവന 2.4%. ഇന്നത് 3.6%. ധനമന്ത്രി ഇവിടെ വലിയ വായിൽ പറയുന്നത് കേട്ടു, നോക്കൂ ഞാൻ 15,000 മുതൽ 75,000 രൂപയുടെ റിബേറ്റ് നൽകിയിരിക്കുന്നു എന്ന്. എന്താണ് കാര്യം? എത്രയാണ് ഇവിടുത്തെ വിലക്കയറ്റം? എത്രയാണ് സ്കൂൾ ഫീസ് വർദ്ധിച്ചത്? എത്ര ബസ് ചാർജ് ആണ് വർദ്ധിച്ചത്? ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില എത്രയാണ് വർദ്ധിച്ചത്? ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒറ്റത്തവണ പോകണമെങ്കിൽ ഫെയർ ഇരട്ടിയായിരിക്കുന്നു. ഒറ്റത്തവണ പോയി വരാൻ 15,000 മുതൽ 17,000 രൂപ വരെ കൊടുക്കണം. എന്താണ് ഇവിടുത്തെ തൊഴിലില്ലായ്മ നിരക്ക്? ഇന്ത്യയുടെ എക്കണോമിക് സർവേയിൽ പറയുന്നത് രാജ്യത്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഇല്ലെന്നാണ്. അതുകൊണ്ടാണ് എക്കണോമിക് സർവേ കൃത്യമായ സ്ഥിതി വിവര കണക്കിന് വേണ്ടി വാദിച്ചത്. ബീഹാറിൽ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ നിരക്ക് വെറും 3%. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. ബീഹാർ എന്നാണ് അമേരിക്കയായതെന്ന്. അമേരിക്കയിൽ പോലും ഈ നിരക്ക് ഇതിലും കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ബീഹാറിലെ എല്ലാ യുവാക്കളും നിരക്ഷരരാണെന്ന്. നിങ്ങളത് പറയോ? ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാവണമല്ലോ, രണ്ടും കൂടി ശരിയാവില്ലല്ലോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പക്കലുള്ള സ്ഥിതി വിവര കണക്കിന്റെ ഒരു കാര്യം സർ. കേരളം ഒരു പരിഗണനയ്ക്കായി കേഴുകയാണ്. ഭൂപേന്ദ്ര യാദവ് സാർ ഇവിടെയുണ്ട്. ഓരോ ദിവസവും മന്ത്രിമാരെല്ലാം കേരളത്തെ മോശമായി ചിത്രീകരിക്കുകയാണ്. താങ്കൾ മാത്രമാണ് അതിൽ വ്യത്യസ്തൻ. താങ്കൾ കേരളത്തോട് കരുണ കാണിച്ചയാളാണ്. കേരളത്തിൽ വന്നു താമസിച്ചു, കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞു, കേരളത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്തു. ഈ മന്ത്രിമാരെല്ലാം കേരളത്തെ എത്ര മോശമായിട്ടാണ് പറയുന്നത്. 300-ലധികം ജീവനുകൾ പൊലിഞ്ഞ ഉരുൾപൊട്ടലിന് ശേഷവും ഭൂപേന്ദ്ര യാദവ് കേരളത്തെ കളിയാക്കാനും അപമാനിക്കാനും അവിടെ വന്ന് താമസിക്കുന്നവരെയും എല്ലാ മലയാളികളെയും ഇകഴ്ത്തി കാണിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും ഇത്തരത്തിൽ മോശം പരാമർശങ്ങൾ നടത്തി. നിങ്ങളുടെ പിറകിലിരിക്കുന്ന സുരേഷ് ഗോപി അടക്കമുള്ള മുഴുവൻ മലയാളികളെയും നിങ്ങൾ അപമാനിക്കുകയാണ്.
അതുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യം കേരളത്തെ, പ്രത്യേകിച്ചും വയനാട്ടിലെ നിസ്സഹായരായ ജനങ്ങളോട് കാണിക്കേണ്ട ഈ അവസരത്തിൽ ദയവായി ഈ പൊളിറ്റിക്കൽ ബ്ലെയിം ഗെയിമിൽ നിങ്ങൾ ഏർപ്പെടരുത്. സർ, ഞങ്ങൾ ഇവിടെ എപ്പോഴും പറയാറുണ്ട് എങ്ങനെയാണ് ഞങ്ങളുടെ സംസ്ഥാനത്തെ നിങ്ങൾ തരം താഴ്ത്തുന്നതെന്ന്. ഒരു ചെറിയ ഉദാഹരണം പറയാം. കേന്ദ്ര പദ്ധതികൾ ഞങ്ങൾക്ക് വേണ്ട സർ, എന്നാലും ഇവർ പദ്ധതികൾ ഉണ്ടാക്കും. എന്നിട്ട് സംസ്ഥാനങ്ങളോട് പറയും നിങ്ങൾ ഈ ബില്ലിന്റെ 40% എടുക്കണമെന്ന്. എന്നിട്ട് ഞങ്ങളെ ബ്രാൻഡ് ചെയ്യും, മോദിജിയുടെ ഫോട്ടോ പതിക്കണമെന്നൊക്കെ. 40% പണം ഞങ്ങൾ ചെലവഴിക്കണം, എന്നിട്ടത് ബ്രാൻഡ് ചെയ്യണം. ഞങ്ങൾക്ക് അത്തരം പദ്ധതികൾ വേണ്ട സർ. അല്ലാതെ തന്നെ നികുതിയായിട്ടും സർചാർജ് ആയിട്ടും നിങ്ങൾ സംസ്ഥാനങ്ങളുടെ തുക തുടച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ടത് സംസ്ഥാനങ്ങൾക്ക് പങ്കിട്ട് തരുന്നുമില്ല. സർ, ഈ സർചാർജുകളുടെയും സെസ്സുകളുടെയും ബിസിനസ് നിർത്തണം. എല്ലാ വരുമാനവും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകട്ടെ. കേരളത്തോട് കേന്ദ്രം നീതി കാണിക്കണമെന്ന പവർഫുൾ ആയ പ്രസംഗമാണ് ബ്രിട്ടാസ് നടത്തിയത്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ ഉറക്കെ പാർലമെന്റിൽ ശബ്ദിക്കുന്ന കുറച്ച് MP-മാർ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറപ്പെട്ടേനെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടേനെ. ഇത്തരത്തിൽ നന്നായി സംസാരിക്കുന്ന ഒരുപാട് MP-മാർ, കേരളത്തിന് വേണ്ടി വാദിക്കുന്നവർ, ജനങ്ങളുടെ ദൈനംദിന പ്രശ്നം, വിലക്കയറ്റമൊക്കെ വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരുപാട് MP-മാർ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതിന് മറുപടി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മന്ത്രി മറുപടി പറയുന്നത് വളരെ ബാലിശമായിട്ടാണ്. അയാൾ കേരളത്തെ അപമാനിക്കാൻ ഉദ്ദേശിച്ചില്ലെന്നും പത്രങ്ങളിലൊക്കെ കണ്ടത് പറഞ്ഞതാണെന്ന് വളരെ നിരുത്തരവാദപരമായൊരു മറുപടിയും പറഞ്ഞ് അങ്ങ് പോവുകയും ചെയ്തു.